അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യനായ അധ്യക്ഷൻ ഉസ്താദ് അയ്യൂബ് വാഫി, ഈ സമാപന സെഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഏറെ സമാദരണീയനായ PSH തങ്ങൾ, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ പ്രിയപ്പെട്ട സഹലു റഹ്മാൻ വാഫി, വേദിയിൽ സംസാരിക്കാനിരിക്കുന്ന പ്രിയപ്പെട്ട സിൽവാൻ മുസ്തഫ അവർകൾ, അതുപോലെ തന്നെ കാളികാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ നഞ്ചച്ചവിടി, ബഹുമാന്യനായ അബ്ദുൽ ജലീൽ വാഫി ഉൾപ്പെടെ വേദിയിലും വേദിക്ക് പുറത്തുമുള്ള ഏറെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ പ്രസക്തമായ വിഷയസംബന്ധമായി 2 ദിവസങ്ങളിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അതിൻ്റെ താൽക്കാലികമായ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ആദ്യമായി ഹൃദയം തുറന്ന് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ ഇതിൻ്റെ സംഘാടകരെ അഭിവാദ്യം ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രസക്തമായ വിഷയമാണ് ഇവിടെ നിങ്ങൾ ചർച്ചക്കെടുത്തിട്ടുള്ളത്. സാമ്പത്തിക മേഖല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, വല്ലാത്തൊരു അഭിനിവേശമുള്ള ഒരു മേഖലയാണ്. ലോകത്തൊരാളും സമ്പത്തിൻ്റെ കാര്യത്തിൽ അത്ര ഉദാസീനതയോടുകൂടി പ്രവർത്തിക്കുന്നവരല്ല. എല്ലാവരും അവനവൻ്റെ കഴിവിനനുസരിച്ച് സാമ്പത്തിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് അതിൽ പരമാവധി നില മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന ആളുകളാണ്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉള്ള ഒരു വിഭാഗമാണ് നമ്മളെല്ലാവരും. വളരെ സമഗ്രമാണ് ഇസ്ലാമിക തത്വശാസ്ത്രം മറ്റെല്ലാ വിഷയത്തിലും എന്ന പോലെ സാമ്പത്തിക മേഖലയിലും നമുക്ക് വഴി കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഓരോരുത്തരും പല സന്ദർഭങ്ങളിലും ഈ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്, അപൂർവം ചില ആളുകളെ മാറ്റി നിർത്തിയാൽ പല സന്ദർഭങ്ങളിലും നമുക്ക് ശരി എന്ന് തോന്നുന്ന രൂപത്തിലുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരാനും അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാനുമൊക്കെ താല്പര്യം കാണിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സമ്പത്തിൻ്റെ പിറകെ പോവുക എന്നുള്ളത്, സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ഇന്ന് വളരെയധികം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ്. കാരണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സാമ്പത്തികമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ തലമുറ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുണ്ട്, നമുക്കിടയിലൊക്കെ ഉണ്ട്. അങ്ങനെ സമ്പത്തുണ്ടായാൽ തന്നെ ആ സമ്പത്ത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, വിശ്വാസപരമായി അതിൻ്റെ കർമ്മ വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പലർക്കും അറിയില്ല. ഇവിടെ സംസാരിക്കുന്ന ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇത് സമഗ്രമായി നമ്മൾ ഈ സാമ്പത്തിക വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്ക് പലപ്പോഴും അറിയാറില്ല. പണ്ട് കാലങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് കൃത്യമായ മാർഗനിർദ്ദേശം തരാനുള്ള
ആളുകൾ ഉണ്ടായിരുന്നു, അവരെ സമീപിക്കുമായിരുന്നു. ഇന്നും ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ആ അന്വേഷണവും പുതിയ ടെക്നോളജിയൊക്കെയാണ് ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ സക്കാത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് പോലും അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള പണ്ഡിതന്മാരോട് ചോദിക്കുന്നതിന് പകരം നവമാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ വളരെ അവധാനതയോടും സൂക്ഷ്മതയോടും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയെ വളരെ കൃത്യമായി അപഗ്രഥിച്ച് അതിൽ നിന്ന് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ രണ്ട് ലോകത്തേക്കും, ഞാൻ ഈ പരിപാടിയെ കാണുന്നത് അങ്ങനെയാണ്, ഇതൊരു ചെറിയ ഒരു ലക്ഷ്യമല്ല ഇതിനുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ട് ലോകത്തേക്കുമുള്ള വല്ലാത്തൊരു സംഗതിയാണ്. കാരണം സാമ്പത്തിക മേഖലയിലെ അച്ചടക്കത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൽ, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ അതിനെ എങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പദ്ധതികളിലേക്ക് മാറ്റിക്കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. അതിന് സാധ്യതകൾ ആരായുകയാണ്. ആ സാധ്യതകളുടെ റിസൾട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അതുണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കർമ്മശാസ്ത്രം നിഷ്കർഷിക്കുന്ന പോലെ നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഈ സൂക്ഷ്മതയുടെ പേരിൽ, സാമ്പത്തിക മേഖലയിലെ സൂക്ഷ്മതയുടെ പേരിൽ നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്ന വല്ലാത്ത ഒരു തണലുണ്ട്. ആ തണലിലുകൂടി ഗുണകരമാവുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, പണ്ടത്തെ പോലെയല്ല. എത്ര പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, പ്രത്യേകിച്ച് ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയുടെ വല്ലാത്തൊരു ചിന്തയാണത്. ഇവിടെ ഇരിക്കുന്നതൊക്കെ വളരെ പ്രഗത്ഭരായിരിക്കുന്ന ഗവേഷക വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് നിങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഇന്നത്തെ വളർന്നു വരുന്ന യുവതലമുറയുടെ ഈ സാമ്പത്തിക മേഖലയിലെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചിന്തകളിലേക്കും അവരുടെ അത്തരം പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലേക്കുമൊക്കെ നമ്മുടെ ചർച്ചകളും പ്രവർത്തനങ്ങളും മാറേണ്ടതുണ്ട്. ഞാനിത് പറയുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ സാമ്പത്തികമായി ഒരു അച്ചടക്കവുമില്ലാതെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലെയും പോലെ സാമ്പത്തിക മേഖലയിലും ഒരു അച്ചടക്കവുമില്ലാതെ എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ആ പൈസ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് പിന്നീടാണ് ആലോചിക്കുന്നത്. ഞാൻ എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത്, സമ്പത്തുണ്ടാക്കുന്നത്, ആ സമ്പത്ത് എനിക്ക് എങ്ങനെ വിനിയോഗിക്കണം എന്ന ചിന്തയില്ലാതെ കുറെ പൈസ ഉണ്ടാക്കുക എന്നുള്ള രൂപത്തിലേക്ക് അത് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിലുണ്ടാക്കുന്ന വല്ലാത്ത ഒരു അരാജകത്വമുണ്ട്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ, നാളെ ഈ നാടിന് ഗുണകരമായി വളർന്നു വരേണ്ട തലമുറ, അവരിൽ പല ആളുകളും സമൂഹം കുറ്റവാളികളായി അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ ജയിലുകളിലൊക്കെ ചെറുപ്പക്കാർ രണ്ട് കാര്യത്തിനാണ് ഇപ്പോൾ കൂടുതലും ജയിലിലുള്ളത്. അതൊന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ലഹരി ഇടപാടിൽ ഇവർ പിടിക്കപ്പെടുന്നത് പൈസക്ക് വേണ്ടിയാണ്. ഞാൻ ഇത്തരം ചെറുപ്പക്കാരുടെ വേദികളൊക്കെ കിട്ടുമ്പോൾ ഇടക്ക് പറയുന്ന ഒരു വിഷയമാണ്. സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ സംഘടനാപരമായിരിക്കുന്ന ഒരു സമരത്തിന്റെ പേരിൽ കോഴിക്കോട് ജയിലിൽ പോയപ്പോൾ അവിടെ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ചെറുപ്പക്കാരുടെ ഒരു നീണ്ട നിരയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ജയിൽ പുള്ളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലുണ്ടായിരുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് വയസ്സായ ആളുകളായിരുന്നു. ഒരു 50 വയസ്സിന്റെ മുകളിലുള്ള ആളുകളായിരുന്നു ജയിൽ പുള്ളികളായി നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരെന്ന് പറയുന്നത് 15 വയസ്സ് തൊട്ട്
കൗമാരക്കാരുണ്ട്. അവർ കുട്ടികളുടെ ജയിലിലാണ് കഴിയുന്നത്. 18 വയസ്സ് മുതൽ 35-40 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ, മൊത്തം തടവുള്ളികൾ എത്രയുണ്ടോ അതിൻ്റെ നല്ല ഒരു ശതമാനം, ഒരു 70-75% ചെറുപ്പക്കാരാണ്. അപ്പം ഞാൻ അവിടെ ആ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ പല ചെറുപ്പക്കാരുമായി സംസാരിക്കാനും പരിചയപ്പെടാനും അവസരം കിട്ടിയപ്പോൾ അവരിൽ പല ആളുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിടിക്കപ്പെട്ട് വന്നത് ഒന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഞാൻ അതിലൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ആ ചെറുപ്പക്കാരൻ പേര് പറഞ്ഞു. കാസർഗോഡുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നമ്മുടെ പ്രവാചകന്മാരുടെ പേരിനെ കടത്തിവെട്ടുന്ന രൂപത്തിലുള്ള മനോഹരമായിരിക്കുന്ന ഒരു പേര്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ലഹരി കേസിൽ പിടിക്കപ്പെട്ട് വന്നതാണ്. എന്താണ് കേസ്? എത്രയായി ഇവിടെ വന്നിട്ട് എന്ന് ചോദിച്ചു. 2 വർഷമാവാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കല്യാണമോ? ജീവിതം തന്നെ പോയില്ലേ ഇക്ക എന്നെന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ജീവിതം പോവേ? അതെങ്ങനെയാണ്? അപ്പൊ ഇവിടെ നീ തടവ് ശിക്ഷ പ്രതീക്ഷിക്കുന്ന കാലയളവ് എത്രയാണ്? അവൻ പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷത്തോളം ഇവിടെ ജയിലിൽ കഴിയേണ്ടി വരും. എന്താണ് നീ ചെയ്ത തെറ്റെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ലഹരി കടത്തിയതാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് ലഹരി കടത്തിയതാണ്. 300 കിലോ കഞ്ചാവ് ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തുന്നതിനിടെ പിടിക്കപ്പെട്ട് കോഴിക്കോട്ടെ ജയിലിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ പറഞ്ഞു, നല്ല പൈസ ഉണ്ടായിട്ടുണ്ടാവുമല്ലേ? ഇത് ബിസിനസ്സാണോ? ഇത് നിരന്തരം ചെയ്യുന്ന സംഗതിയാണോ? ഇഷ്ടംപോലെ പൈസ ഉണ്ടാവുമല്ലേ? 300 കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് വന്നാൽ എത്ര പൈസ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വർത്തമാനം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 25,000 രൂപക്ക് ഒരു ജീവൻ നശിപ്പിച്ചുകൊണ്ട്, ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ വേദനയായിക്കൊണ്ട് കോഴിക്കോട്ടെ പുതിയറയിലെ ജയിലിൽ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നത്, വർഷങ്ങളായി കിടക്കുന്നത് 25,000 രൂപയ്ക്ക് വേണ്ടിയാണ്. മറ്റൊരു ചെറുപ്പക്കാരൻ ഞാനവിടെ പരിചയപ്പെട്ടു. 19 വയസ്സുള്ള ഒരു കുട്ടിയെ. ഞാൻ ചോദിച്ചു, എന്തിനാണ് ജയിലിൽ വന്നത്? ആ കുട്ടി പറഞ്ഞു, ഞാനൊരു അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് ജയിലിൽ വന്ന് കിടക്കുന്നത്. അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട്ടെ ജയിലിൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര പൈസ കിട്ടി? അപ്പോൾ അവനോട് പറഞ്ഞ വർത്താനം കേട്ട് എനിക്ക് അത്ഭുതവും ചിരിയും വന്നുപോയി. അവൻ പറഞ്ഞു, വിഗ്രഹം വിറ്റിട്ട് 2050 രൂപ കിട്ടി. അതിൽ 1300 രൂപ ഓട്ടോറിക്ഷയ്ക്ക് ചെലവായി. 2050 വിഗ്രഹം വിറ്റ് 1000, ഇത് തൊട്ടടുത്ത സ്ഥലത്ത് കൊടുക്കാൻ പറ്റൂലല്ലോ, പിടിക്കപ്പെടുമല്ലോ. അപ്പോൾ ദൂരെ ഒരു സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയതാണ്. അതിന് ഓട്ടോറിക്ഷ ചാർജ് 1300. ബാക്കി 2050 എത്രയുണ്ട്? 750 രൂപക്ക് കോഴിക്കോട്ടെ ജയിലിൽ ഒരു കുട്ടി വന്ന് കിടക്കുന്നത് കഴിഞ്ഞ 9 മാസമായി ആ കുട്ടി അവിടെ കിടക്കുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണിത്. സാമ്പത്തിക അച്ചടക്കമില്ലായ്മ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന തലമുറയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കർമ്മശാസ്ത്രവുമായി സാമ്പത്തിക മേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത്തരം വിഷയങ്ങളിലേക്ക് കൂടി, സാമ്പത്തികമായ അച്ചടക്കത്തിൻ്റെ വിഷയങ്ങളിലേക്ക് കൂടി നമ്മുടെ ചർച്ചകൾ പോകണം, നമ്മുടെ വിഷയങ്ങൾ പോകണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. നമ്മൾ കാണുന്നത് നാട്ടിൽ പല സംരംഭങ്ങളും ഇങ്ങനെ കൂനുപോലെ മുളച്ചു പൊന്തുകയാണ്. അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു അവധാനത, ഒരു സൂക്ഷ്മത, അവിടെയൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സാമ്പത്തിക മേഖലയിൽ എന്തൊക്കെ അച്ചടക്കങ്ങളാണ് പുലർത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ജാഗ്രതയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ വഴി നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. വാഫി ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. വലിയ താല്പര്യത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഞാൻ വാഫി സംവിധാനങ്ങൾ നോക്കിക്കാണാറുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല. വാഫി ക്യാമ്പസ് നിങ്ങളുടെ ഈ സംവിധാനത്തെക്കുറിച്ച് തന്നെ പറയാറുള്ളത് സമന്വയ വിദ്യാഭ്യാസമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഓരം ചേർന്നുകൊണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട്, നമ്മുടെ ധാർമ്മിക വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ നാട്ടിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങൾ സംബന്ധമായിട്ടും ചർച്ചകളും പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന, വിവിധ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന വല്ലാത്ത മനോഹരമായൊരു സംവിധാനമാണ് വാഫി സംവിധാനം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം നിങ്ങൾക്ക് ചർച്ചക്കെടുക്കാൻ വേണ്ടി സാധിച്ചത്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പസിലെ കുട്ടികളിൽ മാത്രം ഒതുങ്ങേണ്ട വിഷയമല്ല. ഞാനതാണ് പറഞ്ഞത്.
ഒരു വലിയ സമൂഹം അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. ആ വിഷയം ചർച്ചക്കെടുത്ത നിങ്ങളുടെ ഈ തീരുമാനം ഒരു സംശയവും വേണ്ട, അത് ചരിത്രത്തിൽ മനോഹരമായിരിക്കുന്ന ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അല്ലെങ്കിലും നിങ്ങൾ പുതുമ തേടിയുള്ള യാത്ര നടത്തുന്ന കുട്ടികളാണ് എന്ന കൃത്യമായ ബോധ്യവും ഉള്ള ആളാണ് ഞാൻ. നമ്മളുടെ യാത്ര എന്ന് മനോഹരമായിരിക്കണം. നിങ്ങളുടെ ചിന്തകൾ നല്ല തെളിമയുള്ള ചിന്തകളായിരിക്കണം. അങ്ങനെയാണല്ലോ ചരിത്രം ഉണ്ടാവുക എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായി പോകുന്നതല്ല, ചരിത്രമുണ്ടാക്കലാണ്. ആ ചരിത്രം എന്ന് പറയുന്നത് പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ എന്നും നടന്നു പോകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നതിൽ ഒരു പുതുമയില്ല. പുതിയ വഴികളുണ്ടാക്കി അതിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു പുതുമയാണ്, അതൊരു ചരിത്രമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പറയുന്നു, അച്ചടക്കമില്ലാത്ത സാമ്പത്തിക മേഖലയുമായി എങ്ങനെയാണ് ഇസ്ലാമിക പരിസരത്ത് നിന്നുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യമില്ലാതെ തനിക്ക് തോന്നുന്ന രൂപത്തിൽ തൻ്റെ നിലപാടുകൾക്കനുസരിച്ച് സാമ്പത്തിക മേഖലയിലെ കർമ്മശാസ്ത്രങ്ങളെയും വ്യാഖ്യാനിക്കുന്ന വർത്തമാനകാലത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തുന്ന ഈ ഉദ്യമം അത് 100% ഗുണകരമാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആ വഴിയിൽ മനോഹരമായ നിങ്ങളുടെ ഈ 2 ദിവസത്തെ ഈ പ്രൗഢമായിരിക്കുന്ന ഈ സെമിനാർ, ഫിഖ് സെമിനാർ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നിങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള പ്രബന്ധങ്ങൾ അത് വായിക്കാൻ ഒരു തലമുറ ഇവിടെ ഉണ്ടാവണം. നിങ്ങളുടെ ഈ പ്രബന്ധങ്ങൾ അത് തേടി നമ്മുടെ ഈ കാലത്തിന്റെ ചെറുപ്പക്കാരികളും വരണം, നമ്മുടെ മുതിർന്ന ആളുകൾ വരണം. എല്ലാവരും നിങ്ങളിവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ച് പഠിക്കണം. നിങ്ങളിവിടെ അവതരിപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് ഡോക്യുമെന്റ് ചെയ്തുകൊണ്ട് ഘട്ടം ഘട്ടമായി നിങ്ങളത് ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് നിങ്ങളത് കൊടുത്തയക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കാരണം പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ ചർച്ചകളാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളുകളുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ നിങ്ങൾ സ്വരൂപിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വരൂപിച്ച ഈ കർമ്മശാസ്ത്രപരമായിട്ടുള്ള വശങ്ങളെ, സാമ്പത്തിക മേഖലയിലെ ഈ വശങ്ങളെ നിങ്ങളുടെ പൊതുസമൂഹത്തിന്റെ പ്രത്യേകിച്ച് ഇസ്ലാമിക ശരീഅത്തിന് അനുസരിച്ചുള്ള സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടുകളെ സംഭാവന ചെയ്യാൻ ഈ 2 ദിവസത്തെ ഈ സെമിനാറിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മനോഹരമായിരിക്കുന്ന ഈ ചടങ്ങിൽ വരാനും നിങ്ങളെ കാണാനും സാധിച്ചതിലുള്ള വലിയ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖ്റു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.